ഓക്കെ, അത് സയൻസിൽ അതങ്ങ് സെറ്റാക്കി പഠിച്ചു വെക്കണേ. അടുത്ത പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യ പേപ്പറാണ്. നമസ്കാരം, ഞാൻ പ്രദീപ് മുഖത്തല. നല്ലൊരു ക്ലാസ്സുമായിട്ടാണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ അനുബന്ധ വിവരങ്ങളും കൺഫ്യൂസിങ് ഫാക്ട്സുമായിട്ടാണ്. പരീക്ഷ വന്നിട്ട് പഠിക്കാൻ നിന്ന് വെപ്രാളപ്പെടരുത്. നേരത്തെ പഠിച്ചൊതുക്കണേ. ഒരുവിധം റിവിഷനും ഒക്കെ ആയിട്ട് ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ കൂടെ കാണും. പക്ഷേ പഠിക്കേണ്ട കടമ നിങ്ങളുടെ. നിങ്ങൾ സമയത്ത് കിടന്ന് വെപ്രാളപ്പെടാതെ എത്രയും നേരത്തെ കുറേ ഭാഗങ്ങൾ മാക്സിമം റിവിഷൻ നടത്തുക. മാക്സിമം അറിഞ്ഞുകൂടാത്ത ഭാഗങ്ങൾ കൂടുതൽ ചെയ്യും. സയൻസ് ഒക്കെ ഇപ്പോൾ സ്കൂൾ ടെസ്റ്റുകൾ നല്ലോണം കവർ ചെയ്യുക. മാറിയിട്ടുള്ള സ്കൂൾ ടെസ്റ്റ് ഉണ്ട്, പഴയ സ്കൂൾ ടെസ്റ്റ് ഉണ്ട്. ഇതെല്ലാം ഇപ്പോഴേ പഠിച്ചൊതുക്കുക. അല്ലാതെ പരീക്ഷ വിളിക്കട്ടെ, പരീക്ഷയൊന്നും ഇനി 2027 ഉള്ളൂ എന്നും പറഞ്ഞിരിക്കരുത്. ഇപ്പം ഓരോരുത്തരുടെ അനുഭവ കഥകൾ കണ്ടിട്ടില്ലേ? റാങ്ക് നേടിയവരൊക്കെ എന്ന് തൊട്ടേ തുടങ്ങി എന്ന് പറയുന്നു. എത്ര നാളത്തെ അധ്വാനത്തിന് ശേഷമാണ്. മുമ്പ് 2-3 വട്ടം ശ്രമിച്ചിട്ട് നടന്നില്ല, പിന്നീട് വാശിയോടുകൂടി പഠിച്ചു എന്നൊക്കെ പറയുന്നില്ലേ? പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്തത്? എനിക്ക് ആ ഒരു ചോദ്യമേ ഉള്ളൂ. നിങ്ങൾ ഇവിടം വരെയൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിൽ മേശയിൽ വെച്ച് പൂട്ടി വെക്കാൻ വേണ്ടിയാണോ? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ അഭിമാനത്തോടു കൂടി പറയാനല്ലേ ഒരു ടീച്ചറാകണം എന്നൊരു അഭിമാനത്തോടു കൂടി പറയാൻ വേണ്ടിയല്ലേ നിങ്ങൾ ഇത് ഇറങ്ങിത്തിരിച്ചത്? അല്ലാതെ നിങ്ങൾ വീണ്ടും ഇരുന്ന് ഇത്രയും സർട്ടിഫിക്കറ്റ് മേടിച്ച് വീണ്ടും അടുക്കള ജോലി ചെയ്യാനോ അല്ലെങ്കിൽ പ്രൈവറ്റ് ജോലി ചെയ്യാനോ വേണ്ടിയാണോ? അല്ലല്ലോ. അപ്പോൾ നിങ്ങളോട് എനിക്ക് എടുത്തു പറയാനുള്ളത്, കുറച്ചൊന്ന് കഷ്ടപ്പെട്ട ജീവിതകാലം മൊത്തം സന്തോഷിക്കാനാണ്, ഒരു വ്യത്യസ്ത മനുഷ്യനാവുക അല്ലേ? ഏറ്റവും അഭിമാനത്തോടു കൂടി പറയുന്ന ഒരു ജോലിയല്ലേ ടീച്ചർ എന്ന് പറഞ്ഞാൽ. എത്രമാത്രം സന്തോഷം ആ കേൾക്കുമ്പം തന്നെ, ആ വേർഡ് കേൾക്കുമ്പം തന്നെയും, ആ വേർഡൊന്ന് പറയുമ്പം തന്നെ ആരുടെ ഹൃദയമായാലും ആരുടെ ബ്രെയിനായാലും അങ്ങ് റെസ്പെക്റ്റിൻ്റെയാണ്. അത് കിട്ടണ്ടേ നിങ്ങൾക്ക്? അതിനുവേണ്ടിയല്ലേ ഒത്തിരി സന്തോഷകരമായ കാര്യങ്ങൾ. നിങ്ങൾ സ്കൂളിൽ ഒരെണ്ണം കിട്ടിയാൽ തന്നെ ഒരു ടെൻഷനും ഇല്ല അല്ലേ? ആ ടെൻഷനും ഇല്ലാതെ സ്കൂളിൽ പോയി കാര്യങ്ങളെല്ലാം നോക്കി ഒരു വ്യത്യസ്ത ടീച്ചറാവുക. ഇതാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇപ്പോൾ ഒന്ന് കഷ്ടപ്പെട്ട ജീവിതകാലം മൊത്തം രക്ഷപ്പെടാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഓരോരുത്തരോടും പറയാൻ, നേരത്തെ പഠിച്ചൊതുക്കാനുള്ളത് പഠിക്കണേ. ചിലപ്പോൾ നിങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരു ഇച്ചിരി പാട് തോന്നാം. ചിലപ്പം വിഷമങ്ങൾ വരുന്നുണ്ട്, പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പഠിച്ചു തുടങ്ങി കുറച്ച് നാൾ കഴിയുമ്പോൾ നിർത്തുന്നു, പെൻഡിങ്ങിലാവുന്നവരുണ്ട്. ഇവരോടൊക്കെ എനിക്ക് എടുത്തു പറയാനുള്ളത്, അതൊക്കെ എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. പലരും പറയും, സാറേ എനിക്ക് കിട്ടുന്നില്ല, മലയാളം വേർഡുകൾ അങ്ങോട്ട് പഠിച്ചാൽ കിട്ടുന്നില്ല, ഞാൻ ഇംഗ്ലീഷിലാണ് പഠിച്ചത് മൊത്തവും, വർഷങ്ങളെല്ലാം തിരിഞ്ഞു പോകുന്നു സാറേ. ഇങ്ങനെയൊക്കെ എല്ലാവരും പറയും. ഇതൊക്കെ ഒരുവിധം എല്ലാവരും പറയുന്നത്. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത്, വർഷങ്ങൾ തിരിഞ്ഞു പോവും. ഈ കാണുന്ന 90-50% പേരും പറയാറുള്ളൊരു വർഷങ്ങൾ തിരിഞ്ഞു പോകും. പലരും പറയും സയൻസ് വേർഡുകൾ കിട്ടുന്നില്ല, ആ വാക്കുകൾ. പക്ഷേ ഈ ജോലി കയറിയവരെല്ലാം ഇതെല്ലാം ചെയ്ത് പഠിച്ച് വന്നിട്ട് തന്നെ കിട്ടിയത്. നിങ്ങളെപ്പോലെ തന്നെ തോന്നിയവരാ. പക്ഷെ അവർ വേണമെന്ന് വെച്ച ആവശ്യകത മനസ്സിലായി. കാരണം ഇതിങ്ങനെ പഠിച്ചേ പറ്റൂ, വർഷങ്ങൾ റിവിഷൻ നടത്തിയേ പറ്റൂ. ഓരോ ടോപ്പിക് എടുക്കുമ്പോൾ വർഷങ്ങൾ പഠിച്ചേ പറ്റൂ എന്ന് അവർക്ക് മനസ്സിലായി. ഇന്ന ടോപ്പിക് എടുക്കുമ്പോൾ, കേരളത്തിലെ പ്രക്ഷോഭം എടുക്കുമ്പോൾ അതിലെ വർഷങ്ങളെല്ലാം പഠിച്ചു, അതൊരു റിവിഷൻ പലതവണ റിവിഷൻ വരുമ്പം ഇതെല്ലാം അങ്ങ് ഫ്ലോ ആയി മാറും. അല്ലാതെ നിങ്ങളുടെ മനസ്സിലെ തോന്നലുകൾ ആദ്യം വിടും. ഇതൊക്കെ കിട്ടുമോ ഇല്ലയോ, ആൾക്കാരെ എടുക്കുന്നില്ലല്ലോ, UP കുറച്ച് എടുക്കൂ, LP കുറച്ച് എടുക്കൂ, PSC പരീക്ഷ ഇപ്പോൾ എടുക്കുന്നുണ്ടോ, ഇങ്ങനെയൊക്കെ തോന്നിയാൽ നിങ്ങൾക്ക് ജോലി കിട്ടണ്ടേ? നിങ്ങൾക്ക് ജോലി കയറിയതാരൊക്കെയാണ്? അതുമാത്രം ഈ നല്ല റാങ്ക് നേടിയവരാരൊക്കെ കഴിഞ്ഞ പ്രാവശ്യം? ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കും. നിങ്ങളെപ്പോലെ പല ചിന്താഗതിയിലുണ്ടെങ്കിലും അതെല്ലാം മാറ്റിവെച്ച് വാശിയോടുകൂടി പഠിച്ചവരായിരിക്കും. അല്ലാതെ സമയത്ത് കിടന്ന് പഠിക്കാൻ നിൽക്കരുത്. മുൻകൂട്ടി നേരത്തെ പഠിക്കുക. എന്നാൽ കഴിയുന്ന സപ്പോർട്ടായിട്ട് കഴിഞ്ഞ ആഴ്ച ഒരു ക്ലാസ് ഇട്ട് വീണ്ടും ഇപ്പോൾ ഒരു നല്ല ക്ലാസ് സ്കൂൾ ടെസ്റ്റ് ബേസ് വെച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചത് വെച്ച് അതിൻ്റെ അനുബന്ധ ഫാക്ട്സുമായിട്ട് നമുക്ക് തുടങ്ങാം ഇന്നത്തെ അംഗം. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യനായിട്ട് ഞാൻ എഴുതിയിരിക്കുന്നത്. ഓക്കെ, മനുഷ്യൻ്റെ ശ്രവണ പരിധി എത്രയാണ്? ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചായിരുന്നു. 20 ഹെഡ്സിനും 20,000 ഹെഡ്സിനും ഇടയിലാണ് മനുഷ്യൻ്റെ ശ്രവണ പരിധി. 20 ഹെഡ്സിൽ താഴെയുള്ള ആവൃത്തിയെ ഇൻഫ്രാസോണിക് എന്നും 20,000 ഹെഡ്സിൽ കൂടുതലുള്ളതിനെ അൾട്രാസോണിക് എന്നും പറയുന്നു. അപ്പോൾ 20 ഹെഡ്സിൽ താഴെയുള്ള ശബ്ദം ഇൻഫ്രാസോണിക്കും 20,000 ഹെഡ്സിന് മുകളിലാണെങ്കിൽ അതേതാണ് അൾട്രാസോണിക്. അപ്പം മനുഷ്യൻ്റെ ശ്രവണ പരിധി എത്രയാണ്? 20 ഹെഡ്സിനും 20,000 ഹെഡ്സിനും ഇടയിലാണ്. 20 ഹെഡ്സിൽ താഴെയുള്ളത് ഇൻഫ്രാസോണിക് ആണെങ്കിൽ 20,000 ഹെഡ്സിൽ മുകളിൽ പോകുന്ന ഏതാ? അൾട്രാസോണിക് ശബ്ദമാണ് അല്ലേ? ഈ ഭൂകമ്പ തരംഗങ്ങൾ പുറപ്പെടുവിക്കുന്നത് ഇൻഫ്രാസോണിക് ആണ്. ഭൂകമ്പ തരംഗങ്ങൾ പുറപ്പെടുവിക്കുന്ന തരംഗം ഏതാണ്? ഇൻഫ്രാസോണിക്. കടലിലെ ആഴമളക്കാൻ ഉപയോഗിക്കുന്ന സോണാറില്ലേ, സോണാർ എന്ന ഉപകരണത്തിൽ ഉപയോഗിക്കുന്നതും വൈദ്യശാസ്ത്രത്തിലെ രോഗനിർണയത്തിന്റെ ചികിത്സയ്ക്ക് നിർണ്ണയിക്കുന്നത് അൾട്രാസോണിക് ശബ്ദമാണ്. അപ്പോൾ ഭൂകമ്പ തരംഗങ്ങൾ പുറപ്പെടുവിക്കുന്ന തരംഗം ഏതാണ്? ഇൻഫ്രാസോണിക്. കടലിലെ ആഴമളക്കാൻ ഉപയോഗിക്കുന്ന സോണാറിലും വൈദ്യശാസ്ത്രത്തിലെ രോഗനിർണയത്തിൽ ഉപയോഗിക്കുന്നത് ഏതാണ്? അൾട്രാസോണിക് ശബ്ദമാണ്. അൾട്രാസോണിക്.
ശബ്ദം, അത് സയൻസിൽ നിന്നൊരു ചോദ്യം. അപ്പം ആ ഒരു എണ്ണം പഠിച്ചേ എന്താന്ന് പറഞ്ഞ ഇൻഫ്രാസോണിക്കും അൾട്രാസോണിക്കും 20 ഹെഡ്സിൽ താഴെ വന്നാൽ ഇൻഫ്രാസോണിക്ക്, 20,000 ഹെഡ്സിന് മുകളിൽ പോയാൽ ഏതാ അൾട്രാസോണിക്ക്, ഭൂകമ്പ തരംഗങ്ങൾ ഏതാ ഇൻഫ്രാസോണിക്ക്, കടലിലെ ആഴമളക്കാനും രോഗനിർണയത്തിനും വൈദ്യശാസ്ത്ര രംഗത്തും ഏതാ അൾട്രാസോണിക്ക്. സെറ്റാണല്ലോ. ഇനി രണ്ടാമത്തെ ഒരു പ്രീവിയസ് ചോദ്യ പേപ്പറിൽ വന്നതാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതെന്ന്. ചണം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ചണം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ. ഇന്ത്യയിലെ ചണം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് പശ്ചിമ ബംഗാളാണ്. സ്റ്റേറ്റ് ചോദിച്ചാൽ ഏതാണ്? അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാളാണ്. ചണം കണ്ടൽക്കാട് ഏറ്റവും കൂടുതൽ പശ്ചിമ ബംഗാളിലാണ്. അതുപോലെ സുവർണ നാര് എന്ന് വിളിക്കുന്നത് ഗോൾഡൻ ഫൈബർ, 5ാം ക്ലാസ് സ്കൂൾ ടെസ്റ്റ് കിടപ്പുണ്ട്. ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്ന പുതിയ സ്കൂൾ ടെസ്റ്റ് കിടപ്പുണ്ട്. സുവർണ നാര് എന്നറിയപ്പെടുന്നത് ചണമാണ്. സുവർണ നാര് എന്നറിയപ്പെടുന്നത് ഏതാണ്? ചണം. സാർവത്രിക നാര് ഏതാണെന്നറിയാം? സാർവത്രിക നാര് യൂണിവേഴ്സൽ ഫൈബർ പരുത്തിയാണ്. അപ്പൊ സുവർണ നാര് ചണമാണെങ്കിൽ സാർവത്രിക നാര് ഏതാണ്? പരുത്തിയാണ്. ചണച്ചെടിയുടെ ഏത് ഭാഗത്ത് നിന്നാണ് ചണനാരുകൾ നിർമ്മിക്കുന്നത്? തണ്ടിൽ നിന്നാണ്. അപ്പം ലോകത്ത് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്നതിൽ 1ാം സ്ഥാനത്താര ഇന്ത്യ. ഇന്ത്യയിൽ ചണം ഏറ്റവും കൂടുതൽ എവിടെ? അത് പശ്ചിമ ബംഗാളിലാണ്. സുവർണ നാരെന്ന് വിളിക്കുന്നത് ചണത്തെയാണ്. ചണച്ചെടിയുടെ ഏത് ഭാഗത്ത് നിന്നാണ് ചണം നിർമ്മിക്കുന്നത്? തണ്ടിൽ നിന്നാണ് ചണം നിർമ്മിക്കുന്നത്. അടുത്ത നോക്കെ, യൂണിവേഴ്സൽ ഫൈബർ എന്ന് വിളിക്കുന്നത് പരുത്തിയാണ്. യൂണിവേഴ്സൽ ഫൈബർ ഏതാണ്? നമ്മുടെ പരുത്തിയാണ്. പരുത്തി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഗുജറാത്തിലാണ്. പരുത്തി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ് പരുത്തി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്. പരുത്തിയുടെ ജന്മദേശം ഇന്ത്യ തന്നെയാണ്. അപ്പൊ പരുത്തിയുടെ ജന്മദേശം ഏതാണ്? ഇന്ത്യ. അപ്പൊ ഗോൾഡൻ ഫൈബർ എന്ന് വിളിക്കുന്നത് ഏതാ? പരുത്തി. ഗോൾഡൻ ഫൈബർ ചണമാണെങ്കിൽ യൂണിവേഴ്സൽ ഫൈബർ ആണ് പരുത്തി. ചണം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് പശ്ചിമ ബംഗാളാണെങ്കിൽ പരുത്തി ഏറ്റവും കൂടുതൽ എവിടെയാണ്? അത് ഗുജറാത്തിലാണ്. ഓക്കെ, പരുത്തി ഏറ്റവും കൂടുതൽ ഗുജറാത്ത്. പരുത്തിയുടെ ജന്മദേശം ഇന്ത്യയാണ്. പരുത്തിയുടെ ജന്മദേശം ഏതാണ്? ഇന്ത്യയാണ്. അടുത്ത നല്ലൊരു ക്വസ്റ്റ്യനിലേക്ക്. അപ്പം ചണവും പരുത്തിയും നമ്മൾ പഠിച്ചു. കുഴപ്പമില്ലല്ലോ. പരുത്തിയുടെ ജന്മദേശം എവിടെയാണ്? ഇന്ത്യയാണ് പരുത്തിയുടെ ജന്മദേശം. ചണം ഉൽപാദനത്തിൽ 1ാം സ്ഥാനത്താര ഇന്ത്യ. ചണം ഏറ്റവും കൂടുതൽ എവിടെ? പശ്ചിമ ബംഗാൾ. പരുത്തി ഏറ്റവും കൂടുതൽ എവിടെ? ഗുജറാത്ത്. അടുത്തതാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മധ്യത്തിൽ കനം കുറഞ്ഞതും വക്കുകൾ കനം കൂടിയതുമായ ലെൻസ് ഏതെന്ന്. മധ്യത്തിൽ കനം കുറഞ്ഞതും വക്കുകൾ കനം കുറഞ്ഞതും കോൺകേവ് ലെൻസ് ആണ്. കോൺകേവ് ലെൻസിന്റെ മറ്റു പേരുകളാണ് അവതല ലെൻസ്, വിവ്രജന ലെൻസ് എന്നൊക്കെ പറയാം. മധ്യത്തിൽ കനം കൂടിയതും വക്കുകൾ കനം കുറഞ്ഞതുമായ ലെൻസ് കോൺവെക്സ് ലെൻസ് ആണ്. തിരിച്ചങ്ങിട്ടാതെ കോൺവെക്സ്. എക്സ് അങ്ങ് ചിന്തിക്കട്ടെ. എക്സ് ഇതാ നമ്മൾ ഇങ്ങനെ സ്മാൾ ലെറ്റർ എക്സ് എഴുതുന്നത്. അപ്പൊ എന്താ ഈ മധ്യഭാഗം ഉണ്ടോ? കനം കൂടിയിരിക്കുന്നില്ലേ? അപ്പൊ മധ്യത്തിൽ കനം കൂടിയതും വക്കുകൾ കണ്ടോ? വക്കുകൾ കനം കുറഞ്ഞു വരുന്നതുമായ ഏതാണ്? മധ്യത്തിൽ കനം കൂടിയതും വക്കുകൾ കുറഞ്ഞു വരുന്നതും ഏതാ? കോൺവെക്സ് ലെൻസ്. അപ്പൊ മധ്യത്തിൽ കനം കുറഞ്ഞത് കോൺകേവ്, മധ്യത്തിൽ കനം കൂടിയത് ഏതാണ്? കോൺവെക്സ്. കോൺകേവിന്റെ മറ്റു പേരുകൾ പറ. അവതല ലെൻസ്, വിവ്രജന ലെൻസ്. അപ്പൊ കോൺവെക്സിന്റെ മറ്റു പേരുകള് ഉത്തല ലെൻസ് എന്നും സംവ്രജന ലെൻസും എന്ന് വിളിക്കാം. ഉത്തല ലെൻസ്, സംവ്രജന ലെൻസ്. ഈ കോൺകേവ് ലെൻസ് അതിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികളെ പരസ്പരം അകറ്റുന്നു. കണ്ടോ? സ്റ്റേറ്റ്മെന്റ് വന്നതാണ്. പരസ്പരം അകറ്റുന്നത് കോൺകേവ് ലെൻസും പരസ്പരം അടുപ്പിക്കുന്നത് കോൺവെക്സ് ലെൻസുമാണ്. അപ്പൊ കോൺകേവ് ലെൻസ്, അപ്പൊ കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും തിരിഞ്ഞു പോരുത്. കോൺകേവ് ലെൻസ് അതിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികളെ പരസ്പരം അകറ്റുന്നു. GK ആയിട്ട് തന്നെ പഠിക്കണം അത്. അടുത്ത പ്രകാശരശ്മികളെ പരസ്പരം അടുപ്പിക്കുന്നത് ആരാണ്? അത് കോൺവെക്സ് ലെൻസ് ആണ്. പരസ്പരം അടുപ്പിക്കുന്ന ലെൻസ് ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. അടുത്തത് കോൺവെക്സ് ലെൻസിന്റെ പ്രതിബിംബം എപ്പോഴും മിഥ്യയും നിവർന്നതുമാണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. മിഥ്യയും നിവർന്നതും കോൺകേവിന്റെ ആണ്. കോൺവെക്സ് ലെൻസിന്റെ പ്രതിബിംബം എപ്പോഴും യഥാർത്ഥവും തലകീഴായതുമാണ്. അപ്പൊ കോൺകേവ് ലെൻസിന്റെ പ്രതിബിംബം മിഥ്യ, നിവർന്നത്. കോൺവെക്സ് ലെൻസിന്റെ പ്രതിബിംബം എപ്പോഴും ഏതായിരുന്നടെ? കോൺവെക്സ് ലെൻസിന്റെ പ്രതിബിംബം എപ്പോഴും യഥാർത്ഥവും തലകീഴായതുമാണ്. അതൊന്ന് പഠിച്ചു വെച്ചിരിക്കണേ. അത് അടുത്തതിലേക്ക് വരാം. ഈ കോൺവെക്സ് ലെൻസിന്റെ ഉപയോഗങ്ങൾ നമുക്ക് നോക്കാം. കോൺവെക്സ് ലെൻസിന്റെ ഉപയോഗങ്ങൾ. ദീർഘദൃഷ്ടി പരിഹരിക്കുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. ഹൈപ്പർമെട്രോപ്പിയ എന്ന് പറയും. ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്നത് ഏതാണ്? കോൺവെക്സ് ലെൻസ് ആണ്. വസ്തുക്കളെ വലുതാക്കി കാണിക്കാൻ ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. ഹാൻഡ് ലെൻസ്, മൈക്രോസ്കോപ്പ്, ടെലസ്കോപ്പ്, TV, ക്യാമറ, പ്രൊജക്ടർ തുടങ്ങിയവയിൽ ഉപയോഗിക്കുന്നതും കോൺവെക്സ് ആണ്. അപ്പൊ ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഏതാണ്? കോൺവെക്സ് ലെൻസ്. ആ രോഗം ഏതാണ്? ഹൈപ്പർമെട്രോപ്പിയ. കോൺവെക്സ്
കോൺവെക്സ് ലെൻസ് വസ്തുക്കളെ വലുതാക്കി കാണിക്കാൻ ഉപയോഗിക്കുന്നു. ഹാർഡ് ലെൻസിലും മൈക്രോസ്കോപ്പിലും ടെലസ്കോപ്പിലും TV, ക്യാമറ, പ്രൊജക്ടർ തുടങ്ങിയവയിലൊക്കെ ഉപയോഗിക്കുന്നത് ഏതാണ്? കോൺവെക്സ് ലെൻസുകളാണ്. ഓക്കെ, ബേണിംഗ് ഗ്ലാസ് ആയിട്ട് ഉപയോഗിക്കുന്ന കോൺവെക്സ് ആണ്. വാച്ച് നന്നാക്കാനുള്ള ലെൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത് കോൺവെക്സ് ആണ്. അതൊക്കെ കോൺകേവ് ലെൻസിന്റെ ഉപയോഗങ്ങൾ ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്നു. മയോപ്പിയ എന്ന് പറയുന്നത് പരിഹരിക്കുക. അപ്പൊ ദീർഘദൃഷ്ടി അഥവാ ഹൈപ്പർമെട്രോപ്പിയ കോൺവെക്സും മയോപ്പിയ അഥവാ ഹ്രസ്വദൃഷ്ടി കോൺകേവ് ലെൻസുമാണ് പരിഹരിക്കുന്നത്. വാതിലിൽ ഘടിപ്പിക്കുന്ന സ്പൈ ഹോളിൽ ഉപയോഗിക്കുന്നതും കോൺവെക്സ് ആണ്. വൈദ്യുതിൽ കോൺകേവ് ആണ്. വാതിലിൽ ഘടിപ്പിക്കുന്ന സ്പൈ ഹോളിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? കോൺകേവ് ലെൻസ് ആണ്. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കണേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്തത് ഇമ്പോർട്ടൻ്റ് കൊടുത്തേരെ, പരീക്ഷയ്ക്ക് ആവർത്തിച്ച ചോദ്യം 8ാം ക്ലാസ് സ്കൂൾ ടെസ്റ്റിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ആൽബുമിൻ. ഏതായിരുന്നടെ? ആൽബുമിൻ. രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാ? ആൽബുമിൻ. രോഗപ്രതിരോധത്തെ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഗ്ലോബുലിൻ. രോഗപ്രതിരോധത്തെ സഹായിക്കുന്നത് ഗ്ലോബുലിൻ. രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഫൈബ്രിനോജൻ ആണ്. അപ്പോൾ ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ എന്ന് പറഞ്ഞേടെ. രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നത് ആൽബുമിൻ, രോഗപ്രതിരോധത്തെ സഹായിക്കുന്നത് ഗ്ലോബുലിൻ, രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത് ഫൈബ്രിനോജൻ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്? ഫൈബ്രിനോജൻ. ഇത് ഇത്രയും നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതുപോലെ ക്യാൻസർ ദിനം എന്തെന്ന്. അപ്പൊ പ്ലാസ്മ പ്രോട്ടീൻ 3 പഠിച്ചേ. രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നത് ഏതാ? അപ്പൊ രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നത് ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ആൽബുമിനാണ്. രോഗപ്രതിരോധത്തെ സഹായിക്കുന്നത് ഗ്ലോബുലിനാണ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത് ഫൈബ്രിനോജനാണ്. ഓക്കെ, അത് സയൻസിൽ അതങ്ങ് സെറ്റാക്കി പഠിച്ചു വെക്കണേ. അടുത്ത പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യ പേപ്പറാണ് ക്യാൻസർ ദിനം എന്ന് ചോദിച്ചു. ക്യാൻസർ ദിനം ഫെബ്രുവരി 4 ഫെബ്രുവരി 4. ഫെബ്രുവരി 2 അറിയാമോ? തണ്ണീർത്തട ദിനവും നമ്മൾ പഠിച്ചിട്ടില്ല. തണ്ണീർത്തട ദിനം എന്തെന്ന് ചോദിച്ചാൽ ഫെബ്രുവരി 2. ക്യാൻസർ ദിനം ഫെബ്രുവരി 4 ക്യാൻസർ ദിനം. ക്യാൻസറിനെ കുറിച്ചുള്ള പഠനമല്ലേ ഓങ്കോളജി. ഇനി ക്യാൻസർ കണ്ടെത്തുന്ന ടെസ്റ്റ് നമ്മൾ ബയോപ്സിക്ക് അയച്ചെന്നല്ലേ. ഇത് പരീക്ഷയ്ക്ക് എടുത്തു ചോദിക്കും. സ്തനാർബുദം നിർണ്ണയിക്കുന്ന ടെസ്റ്റ് മാമോഗ്രാഫി ടെസ്റ്റ് എന്ന് വിളിക്കുന്നു. സ്തനാർബുദം നിർണ്ണയിക്കുന്ന ടെസ്റ്റ് ഏതാണ്? മാമോഗ്രാഫി ടെസ്റ്റും ഇതും ചോദിക്കും എടുത്ത്. ഗർഭാശയ ക്യാൻസർ കണ്ടെത്തുന്നത് പാപ്സ്മിയർ ടെസ്റ്റ് ആണ്. അപ്പൊ സ്തനാർബുദത്തിൻ്റെത് മാമോഗ്രാഫി ടെസ്റ്റും ഗർഭാശയത്തിൻ്റെ ഏതാണ്? പാപ്സ്മിയർ ടെസ്റ്റുമാണ് ഗർഭാശയ നിർണ്ണയം. ക്യാൻസറിന് കാരണമാവുന്ന വൈറസ് ഓങ്കോ വൈറസ് എന്നാണ് അതിനെ വിളിക്കുന്നത്. ക്യാൻസറിന് കാരണമാവുന്ന വൈറസ് ഏതാണ്? ഓങ്കോ വൈറസ് എന്നാണ് ക്യാൻസറിന് കാരണമാവുന്ന വൈറസ് അറിയപ്പെടുന്നത്. അടുത്ത നല്ലൊരു പോയിന്റിലേക്ക് ഓക്കെ. അപ്പം ക്യാൻസർ നമ്മൾ പഠിച്ചു. ഏതൊക്കെയായിരുന്നു ക്യാൻസറിൻ്റെ ചോദ്യങ്ങൾ? അതായത് ക്യാൻസർ ദിനമെന്ന് ഫെബ്രുവരി 4, ക്യാൻസറിനെ കുറിച്ചുള്ള പഠനം ഓങ്കോളജി, ക്യാൻസർ നിർണയ ടെസ്റ്റ് ബയോപ്സി, സ്തനാർബുദം ഏതാ? മാമോഗ്രാഫി, ഗർഭാശയ ക്യാൻസർ പാപ്സ്മിയർ ടെസ്റ്റ്, ക്യാൻസറിൻ്റെ വൈറസ് ഓങ്കോ വൈറസ്. അപ്പോൾ ക്യാൻസർ ദിനമെന്ന ഫെബ്രുവരി 4. ഫെബ്രുവരി 2 ഏത് ദിനം? ഫെബ്രുവരി 2 തണ്ണീർത്തട ദിനമാണ്. ഡയബറ്റിസ് ദിനം എന്നാണ്? പ്രമേഹ ദിനം എന്ന നവംബർ 14 അല്ലേ? നവംബർ 14 അല്ലേ പ്രമേഹ ദിനം. അതുപോലെ ഏപ്രിൽ 7 നമ്മൾ പഠിച്ചിട്ടില്ലേ? ഏപ്രിൽ 7 എന്താ? ഏപ്രിൽ 7 രോഗാരോഗ്യ ദിനം. ലോകാരോഗ്യ ദിനം എന്നാണ് ഏപ്രിൽ 7. ഏപ്രിൽ 17 പഠിച്ചിട്ടുണ്ടോ? ഏപ്രിൽ 17 അത് ഹീമോഫീലിയ ദിനം. ഏപ്രിൽ 17 ഏതാണ്? ഹീമോഫീലിയ ദിനം. ഏപ്രിൽ 25 പഠിച്ചിട്ടുണ്ടോ? ഏപ്രിൽ 25 അത് മലേറിയ ദിനം. ഏപ്രിൽ 27 ഹീമോഫീലിയ ദിനം. ഏപ്രിൽ 25 ഏത് ദിനമാണ്? മലേറിയ ദിനം. അപ്പൊ നവംബർ 14 ഡയബറ്റിസ് ഡേ, ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം, ഏപ്രിൽ 17 ഹീമോഫീലിയ ദിനം, ഏപ്രിൽ 25 ഏതാ? മലേറിയ ദിനം. ഏപ്രിൽ 25 മലേറിയ ദിനം. അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു രോഗമാണ് ജനുവരി 30 കേട്ടിട്ടുണ്ടോ? ജനുവരി 30 കുഷ്ഠരോഗ നിവാരണ ദിനം. ജനുവരി 30 ഏതാ? കുഷ്ഠരോഗ നിവാരണ ദിനം. മാർച്ച് 24 കേട്ടിട്ടുണ്ടോ? മാർച്ച് 24 അത് ക്ഷയരോഗ നിവാരണ ദിനം. കുഷ്ഠരോഗ നിവാരണ ദിനം ജനുവരി 30ഉം ക്ഷയരോഗ നിവാരണ ദിനം മാർച്ച് 24ഉമാണ്. അപ്പം സ്തനാർബുദവുമായി ബന്ധപ്പെട്ടതാണ് പാപ്സ്മിയർ, നമ്മുടെ മാമോഗ്രാഫി, ഗർഭാശയ ക്യാൻസർ പാപ്സ്മിയർ ടെസ്റ്റ്, ക്യാൻസറിന് കാരണമാവുന്ന വൈറസ് ഏതാണ്? ഓങ്കോ വൈറസ്. ഇതെന്താണ് പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യ പേപ്പറാണ്. നല്ലൊരു ക്വസ്റ്റ്യൻ. ഇതും സ്കൂൾ ടെസ്റ്റിൽ ഉണ്ടായിരുന്നു. പ്രകൃതിയിലെ ഏറ്റവും ശക്തമേറിയ ബലം അണുകേന്ദ്ര ബലം അഥവാ ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. ഏറ്റവും ശക്തി കുറഞ്ഞ ബലം ഭൂഗുരുത്വാകർഷണ ബലമാണ്. പ്രകൃതിയിൽ ഏറ്റവും ശക്തിയേറിയ ബലം ഏതാണ്? ന്യൂക്ലിയർ ഫോഴ്സ്. പ്രകൃതിയിൽ ഏറ്റവും ശക്തി കുറഞ്ഞ ബലം ഏതാണ്? ഭൂഗുരുത്വാകർഷണ ബലം. നല്ലൊരു പോയിന്റാണ്.
ഇനി നമ്മൾ സൂര്യനും ഭൂമിക്കും നടുക്കായിട്ട് ചന്ദ്രൻ വരുന്നതാണ് സൂര്യഗ്രഹണം എന്ന് വിളിക്കുന്നത്. സൂര്യഗ്രഹണം നമ്മൾ പഠിച്ചിട്ടില്ലേ? EMS എന്താണ്? EMS സൂര്യനെ പോലെ തിളങ്ങി. പണ്ടാരോ ഒരു കോഡൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ പഠിക്കുന്നതാണ്. EMS സൂര്യനെ പോലെ തുടങ്ങി. അപ്പൊ EMS എന്ന് എഴുതിയിരുന്നാൽ EMS അല്ലെ, എർത്ത് മൂണ് സണ്ണ്. അപ്പൊ സൂര്യഗ്രഹണത്തിന്റെ കോഡ് എന്താണ്? EMS. അപ്പം ചന്ദ്രൻ നടുക്ക് വന്നാൽ സൂര്യഗ്രഹണം, ചന്ദ്രൻ നടുക്ക് വന്നാൽ സൂര്യഗ്രഹണം. അപ്പൊ ഭൂമി നടുക്ക് വന്നാൽ MES ഉണ്ടല്ലോ, MES, ഭൂമി നടുക്ക് വന്നാൽ അത് ചന്ദ്രഗ്രഹണമാണ്. സൂര്യനും ചന്ദ്രനും നടുക്കായിട്ട് ഭൂമി വരുന്നത് ഏതാണ്? ചന്ദ്രഗ്രഹണം. സൂര്യനും ഭൂമിക്കും നടുക്കായിട്ട് ചന്ദ്രൻ വന്നാൽ അതാ സൂര്യഗ്രഹണം. ആ ഒരു പോയിന്റ് നോക്കി വെച്ചേക്കണേ. അടുത്തൊരു കൺഫ്യൂസിംഗ് ഫാക്ട്സ് ഉണ്ടോ? സവർണ ജാഥ നയിച്ചതാരെന്ന്. വൈക്കം സത്യാഗ്രഹത്തെ തുടർന്ന് ഗാന്ധിജിയുടെ ഇടപെടലിനെ തുടർന്ന് സവർണ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. അപ്പൊ സവർണ ജാഥ നയിച്ചതാരാടെ? മന്നത്ത് പത്മനാഭൻ. 1924 നവംബർ 1-നാണ്. 1924 നവംബർ 1-നാണ് മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ നയിച്ചത്. എവിടെ മുതൽ എവിടം വരെ? വൈക്കം മുതൽ തിരുവനന്തപുരം വരെ. ആരുടെ ഇടപെടലിനെ തുടർന്ന്? ഗാന്ധിജിയുടെ ആവശ്യപ്രകാരമാണ് അല്ലേ. നമുക്ക് 2-3 ജാഥ നോക്കാം. ഈ പട്ടിണി ജാഥ നയിച്ചതാര്? അത് AKG ആണ്. 36-ൽ കണ്ണൂർ മുതൽ മദ്രാസ് വരെ മലബാറിലെ ശോചനീയാവസ്ഥ മദ്രാസ് ഗവൺമെന്റിനെ അറിയിക്കാൻ പോയതാണ്. അപ്പൊ പട്ടിണി ജാഥ നയിച്ചത് AKG, സവർണ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭൻ, യാചനാ യാത്ര നയിച്ചത് VT ഭട്ടതിരിപ്പാടാണ്. 1931-ൽ തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെയാണ്. അപ്പൊ 3 പഠിച്ചേ. സവർണ ജാഥ ആരാ? മന്നത്ത് പത്മനാഭൻ 1924. പട്ടിണി ജാഥ ആരാ? AK ഗോപാലൻ 1936. യാചനാ യാത്ര ആരാ? VT ഭട്ടതിരിപ്പാട് 1931 അല്ലേ. അപ്പൊ സവർണ ജാഥ വൈക്കം മുതൽ തിരുവനന്തപുരം വരെയാണെങ്കിൽ, പട്ടിണി ജാഥ കണ്ണൂർ മുതൽ മദ്രാസ് വരെയാണെങ്കിൽ, യാചനാ യാത്ര തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെയായിരുന്നു അല്ലേ. അതും നല്ലൊരു ക്വസ്റ്റ്യൻ. അടുത്തതും സ്കൂൾ ടെസ്റ്റ് ബേസ് വെച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികളുടെ കിങ്ഡം വിളിക്കുന്ന പേരെന്താണ്? ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികളുടെ കിങ്ഡത്തെ മൊണീറ എന്ന് വിളിക്കുന്നുണ്ട്. മൊണീറ. ഉദാഹരണം നമ്മുടെ ബാക്ടീരിയ നമുക്ക് എടുക്കാം. മൊണീറ കിങ്ഡത്തിൽ ന്യൂക്ലിയസോട് കൂടിയ ഏകകോശ ജീവികളുണ്ടല്ലോ, അവരെ പ്രോട്ടിസ്റ്റ എന്നാണ് വിളിക്കുന്നത്. അമീബ ഉദാഹരണമായിട്ട് പറയാം. അപ്പൊ ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവി മൊണീറ, ന്യൂക്ലിയസോട് കൂടിയ ഏകകോശ ജീവിയെ പ്രോട്ടിസ്റ്റ എന്ന് വിളിക്കാം. മൊണീറയ്ക്ക് ഉദാഹരണം ബാക്ടീരിയ, പ്രോട്ടിസ്റ്റയ്ക്ക് ഉദാഹരണം അമീബ. അത് രണ്ടും ഒന്ന് പഠിച്ചു വെച്ചിരിക്കണേ. ഇനി നോക്കേ, സ്വഭോക്ഷികളും സഞ്ചാരശേഷിയില്ല, നമ്മളെ കുമിളക്കയില്ലേ, സ്വഭോഷികളും കുമിളല്ല, സഞ്ചാരശേഷി ഇല്ലാത്ത സ്വഭോഷികൾ. എന്താ സ്വഭോഷികൾ? സ്വന്തമായിട്ട് ആഹാരം പാകം ചെയ്യുന്നവർ ആയ ബഹുകോശ ജീവികളെ വിളിക്കുന്ന പേര് പ്ലാന്റ് എന്നാണ്. നമ്മുടെ സസ്യങ്ങൾ ഉദാഹരണമായിട്ട് പറയാം. പ്ലാന്റ് വെച്ച് അങ്ങനെ ചിന്തിച്ചാലും മതി. സ്വഭോഷികളും സഞ്ചാരശേഷി ഇല്ലാത്തതുമായ ബഹുകോശ ജീവികളെ എന്ത് വിളിക്കാം? പ്ലാന്റ് എന്ന് വിളിക്കാം. അടുത്ത പരപോഷികളും സഞ്ചാരശേഷി ഇല്ലാത്തതുമായ ബഹുകോശ ജീവികളെ അനിമേലിയ എന്ന് വിളിക്കാം. ആനിമൽ ഓർത്താതി, ജന്തുക്കൾ. അപ്പൊ അവിടെ പരപോഷിയാണ്, മറ്റുള്ളവരെ ആശ്രയിക്കും. സഞ്ചാരശേഷി ഇല്ലാത്തതുമായ ബഹുകോശ ശേഷികളെ, സഞ്ചാരശേഷി ഉള്ളതുമായിരിക്കും, സഞ്ചാരശേഷി ഇല്ലാത്തതല്ല, സഞ്ചാരശേഷി ഉള്ളതുമായ ബഹുകോശ ജീവികളെ എന്ത് വിളിക്കാടെ? അനിമേലിയ എന്ന് വിളിക്കാം. സഞ്ചരിക്കാൻ കഴിവില്ലാത്ത പരപോഷികളായ ഏകകോശ ജീവികളെ നമുക്ക് ഫംജൈ എന്ന് വിളിക്കാം. കുമിളുകൾ. ഇത് പരീക്ഷയ്ക്ക് ആവർത്തിക്കുന്നത്. സഞ്ചാരശേഷിയും ഇല്ല, പരപോഷിയുമാണ് ഏകകോശ ജീവി. ഏകകോശ ബഹുകോശ ജീവിയായിട്ട് പറയുന്നത് ഫംജൈ. കണ്ടോ? ഫംജൈ. അത് കുമിളുകളാണ് ഉദാഹരണമായിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ. അപ്പം മൊണീറയും പ്രോട്ടിസ്റ്റയും തിരിഞ്ഞു പോരുത്. മൊണീറ എന്താ? ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവി മൊണീറ. ന്യൂക്ലിയസ് ഉള്ള ഏകകോശ ജീവി ഏതാ? പ്രോട്ടിസ്റ്റ. ഫംജൈ എന്താ? പരപോഷിയും സഞ്ചാരശേഷി ഇല്ലാത്തതും. ഓക്കെ. അടുത്തത് ജോഗ്രഫി എന്നതാ നല്ലൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിച്ചു. ഇന്ത്യയിലെ ഫക്രാനങ്കൽ അണക്കെട്ട് ഏത് നദിയിലാണെന്നടെ? ഫക്രാനങ്കൽ അണക്കെട്ട് സത്ലജ് നദിയിൽ. 2 സ്റ്റേറ്റിലായിട്ടാണ് കിടക്കുന്നത്. ഫക്രാനങ്കൽ അണക്കെട്ട് ഫക്രയും നങ്കലും 2ആയിട്ടാണ് കിടക്കുന്നത്. പഞ്ചാബ്, ഹിമാചൽ പ്രദേശിലാണ് ഈ അണക്കെട്ട്. ഫക്രാനങ്കൽ അണക്കെട്ട് ഏത് നദിയിലാണ്? സത്ലജ് നദിയിൽ. സത്ലജ് വേറൊരെണ്ണം പഠിച്ചിട്ടില്ലേ നമ്മൾ? ഇന്ത്യയിലെ ഏറ്റവും വലിയ കനാലായ ഇന്ദിരാഗാന്ധി കനാൽ സത്ലജ് നദിയിലാണ്. ഇന്ദിരാഗാന്ധി കനാൽ അഥവാ രാജസ്ഥാൻ കനാൽ ഏത് നദിയിലാണ്? സത്ലജ് നദിയിൽ. ഇനി ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടല്ലേ ഹിരാക്കുഡ് അണക്കെട്ട്? ഏറ്റവും നീളം കൂടിയ അണക്കെട്ട അത് മഹാനദിയിൽ, ഒഡീഷയിലാണ്.
അപ്പൊ ഫക്രാനങ്കൽ അണക്കെട്ട് സത്ലജ് നദിയിൽ, ഹിരാക്കുഡ് അണക്കെട്ട് ഏത് നദിയിലാണ്? മഹാനദി ഒഡീഷയിലാണ് ഹിരാക്കുഡ് അണക്കെട്ട്. തെഹരി അണക്കെട്ട് ഏത് നദിയിലാണെന്ന് അറിയാമോ? തെഹരി അണക്കെട്ട് ഭഗീരഥി നദിയിൽ ഉത്തരാഖണ്ഡിലാണ്. തെഹരി അണക്കെട്ട് ഏത് നദിയിലാണ്? ഭഗീരഥി നദിയിൽ ഉത്തരാഖണ്ഡിലാണ്. സർദാർ സരോവർ അണക്കെട്ട് നർമ്മദാ നദി ഗുജറാത്തിലാണ്. സർദാർ സരോവർ അണക്കെട്ട് നർമ്മദാ നദി ഗുജറാത്ത്. അപ്പൊ തെഹരി അണക്കെട്ട് ഏതാ? ഭഗീരഥി നദി ഉത്തരാഖണ്ഡ്. സർദാർ സരോവർ അണക്കെട്ട് ഏതാ? നർമ്മദാ നദി ഗുജറാത്തിലാണ്. അത് നല്ലൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി സയൻസിൽ കൺഫ്യൂസിങ് ഫാക്ട്സ് ആയിട്ട് ഒരു ചോദ്യമുണ്ട്. വിയർപ്പിച്ച ഒരു ബലൂൺ വെള്ളത്തിനടിയിലേക്ക് താഴ്ക്കുമ്പോൾ അതിന്റെ വലിപ്പം കുറയുന്നു. ഇത് ബോയിൽ നിയമമാണ്. വിയർപ്പിച്ച ഒരു ബലൂൺ വെള്ളത്തിനടിയിൽ താഴ്ത്തു വെക്കുമ്പോൾ അതിന്റെ വലിപ്പം കുറയുന്നു. ഇതിന്റെ ഏത് നിയമമാണ്? ബോയിൽ നിയമം. നോക്കേ, ഒരേ അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്നും ഉയരുന്ന വായു കുമിളകളുടെ വലിപ്പം മുകളിൽ എത്തുമ്പോൾ കൂടി വരുന്നു. അതും ബോയിൽ നിയമമായിട്ട് പറയാം. അപ്പോൾ ഒരു അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്ന് ഉയർന്നു വരുന്ന വായു കുമിളകൾ മുകളിൽ എത്തുമ്പോൾ എന്ത് ചെയ്യുന്നവിടെ? അത് വലുതായിട്ട് വരുന്നു അല്ലേ? അപ്പോൾ വലിപ്പം മുകളിലേക്ക് എത്തുന്തോറും കൂടി വരുന്നു. അതും ഏതാ? ബോയിൽ നിയമത്തിന് ഉദാഹരണമായിട്ട് പറയാം. അപ്പോൾ ബോയിൽ നിയമത്തിന് 2 ഉദാഹരണം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. എന്താണ് ബോയിൽ നിയമത്തിന്റെ എക്സ്പ്ലനേഷൻ? താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ വാതകത്തിന്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലായിരിക്കും. അതാണ് ഇവിടെ ഇയാൾ സ്ഥിരമാവണം. ആരാ? താപനില സ്ഥിരമാവുമ്പോൾ ആരൊക്കെ? വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലാണെന്ന് പറയുന്നത് ഏതാണ്? ബോയിൽ നിയമമാണ്. ബോയിൽ നിയമം സെറ്റ് ആണല്ലോ. അപ്പം ബോയിൽ നിയമത്തിന് 2 എക്സാമ്പിൾ പറഞ്ഞിടെ. ബോയിൽ നിയമത്തിന് വിയർപ്പിച്ച ഒരു ബലൂൺ വെള്ളത്തിന് താഴ്ത്തി വെക്കുമ്പോൾ അതിന്റെ വലിപ്പം കുറഞ്ഞതായിട്ട് കാണുന്നു. അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്നും കുമിളകൾ പൊങ്ങി വരുമ്പോൾ മുകളിലോട്ട് വരുമ്പോൾ വലിപ്പം കൂടിയതായിട്ട് തോന്നുന്നു. ഇതൊക്കെ ഏതാണ്? ബോയിൽ നിയമത്തിന് ഉദാഹരണം. ഇനി ചാൾസ് നിയമം പറയാം. വായു നിറച്ച ഒരു ബലൂൺ വെയിലത്ത് വെച്ചാൽ പൊട്ടുന്നു. ഇത് ചാൾസ് നിയമമാണ്. വായു നിറച്ച ഒരു ബലൂൺ വെയിലത്ത് വെച്ചാൽ പൊട്ടുന്നത് ഏതാണ്? ചാൾസ് നിയമമാണ്. മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ, മർദ്ദം മറ്റേത് താപനിലയായിരുന്നേ സ്ഥിരം, ഇവിടെ മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഈ കെൽവിൻ സ്കെയിലിലെ താപനിലയ്ക്ക് അതിന്റെ വ്യാപ്ത ഭാഗം ഉണ്ടല്ലോ, ഇതിന്റെ വ്യാപ്തം എപ്പോഴും കെൽവിൻ സ്കെയിലിലെ താപനിലയ്ക്ക് നേർ അനുപാതത്തിലായിരിക്കും എന്ന് പ്രതിപാദിക്കുന്നത് ചാൾസ് നിയമം. അപ്പം മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ വാതകത്തിന്റെ വ്യാപ്തം കെൽവിൻ സ്കെയിലിലെ താപനിലയ്ക്ക് നേർ അനുപാതത്തിലായിരിക്കും. ഇതേതാണ്? ചാൾസ് നിയമം. ഫ്ലഷ് ടാങ്കിന്റെ പ്രവർത്തന തത്വം എന്താണ്? പണ്ടേ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഫ്ലഷ് ടാങ്കിന്റെ പ്രവർത്തനതത്വം പാസ്കൽ നിയമം. പാസ്കൽ വേറെയൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. ഏതാ? ഹൈഡ്രോളിക് ബ്രേക്കിന്റെ പ്രവർത്തനതത്വം, ഹൈഡ്രോളിക് ജാക്കിൻ്റെത്, ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെത്, ദന്തിസ്റ്റിന്റെ ചെയർ, മണ്ണുമാന്തി യന്ത്രം, ഇതിന്റെ എല്ലാം പ്രവർത്തനതത്വം ഏതാണ്? പാസ്കൽ നിയമം. അപ്പം ഫ്ലഷ് ടാങ്ക്, ഹൈഡ്രോളിക് ബ്രേക്ക്, ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് ലിഫ്റ്റ്, മണ്ണുമാന്തി യന്ത്രം, ദന്തിസ്റ്റിന്റെ ചെയർ, ഇതൊക്കെ ഏതാണ്? ഇതൊക്കെ ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് പാസ്കൽ നിയമം അനുസരിച്ചാണ്. നിശ്ചിതാവസ്ഥയിലുള്ള ഒരു ദ്രവ്യത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോഗിക്കപ്പെടുന്ന മർദ്ദം, ഏതെങ്കിലും ഒരു, നമ്മളെ ഫ്ലഷ് ടാങ്ക് അങ്ങ് ചിന്തിച്ചാൽ മതി, ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോഗിക്കപ്പെടുന്ന മർദ്ദം അതിന്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ വരും അല്ലേ? ഒരുപോലെ അനുഭവപ്പെടുന്നതാണ് പാസ്കൽ നിയമം എന്ന് പറയുന്നത്. നല്ലൊരു ക്വസ്റ്റ്യൻ അല്ലേ ഇത്? അതൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. അടുത്ത കുറച്ച് ഗ്രഹങ്ങളുടെ ഇമ്പോർട്ടന്റ് നമുക്ക് നോക്കാം. പച്ചഗ്രഹം യുറാനസ്. പച്ചഗ്രഹം ഏതാണ്? യുറാനസ്. പച്ചഗ്രഹത്തിന് കാരണം മീഥൈന്റെ സാന്നിധ്യമാണ്. യുറാനസിന് മീഥൈന്റെ സാന്നിധ്യം കൊണ്ടാണ് പച്ചഗ്രഹം എന്ന്. അപ്പൊ പച്ചഗ്രഹം ഏതാണ്? യുറാനസ്. നീലഗ്രഹം ഭൂമി. ചുവന്ന ഗ്രഹം ചൊവ്വ. പ്രഭാത നക്ഷത്രം പ്രദോഷ നക്ഷത്രം ശുക്രൻ. തിളക്കമുള്ള ഗ്രഹം ശുക്രൻ. അപ്പൊ പച്ചഗ്രഹം യുറാനസ്, നീലഗ്രഹം ഏതാ? ഭൂമി. ചുവന്ന ഗ്രഹം ഏതാ? ചൊവ്വ. ചുവന്ന ഗ്രഹം ചായ്ക്ക് തന്നെ കൊടുക്കുക. ചുവന്ന ഗ്രഹം ചൊവ്വ. പ്രഭാത നക്ഷത്രം പ്രദോഷ നക്ഷത്രം. തിളക്കമുള്ള ഗ്രഹം എന്നൊക്കെ വിളിക്കുന്നത് ഏതിനെയാണ്? ശുക്രനെയാണ്. തിളക്കമുള്ള ഉരുളുന്ന ഗ്രഹം യുറാനസ് ആണ് കേട്ടോ. ഉരുളുന്ന ഗ്രഹം ഏതാണ്? യുറാനസ്. ഭൂമിയുടെ ഇരട്ട എന്ന് വിളിക്കേണ്ടത് ചൊവ്വയാണ്. ഭൂമിയുടെ ഇരട്ട എന്ന് വിളിക്കുന്നത് ആരെയാ? ചൊവ്വയാണ്. ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം. ഏറ്റവും ചെറിയ ഗ്രഹം ബുധൻ. നേരത്തെ ഫ്ലൂട്ടോ ആയിരുന്നു, ഇപ്പൊ മാറി. ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം, ഏറ്റവും ചെറിയ ഗ്രഹം ഏതാ? ബുധനാണ്. സാന്ദ്രത കൂടുതൽ ഭൂമിക്കും സാന്ദ്രത കുറവ് ശനിക്കുമാണ്. ഏറ്റവും ചൂട് കൂടുതൽ ശുക്രൻ. പലരും ബുധൻ എഴുതി കളയും. സൂര്യന്റെ തൊട്ടടുത്ത് ബുധനല്ലേ? അല്ല, ഏറ്റവും ചൂട് കൂടുതൽ തിളക്കമുള്ളത് പ്രഭാത നക്ഷത്രം പ്രദോഷ നക്ഷത്രം എന്നൊക്കെ വിളിക്കുന്നത് ശുക്രനെയാ. ഏറ്റവും തണുപ്പ് കൂടിയത് നെപ്റ്റ്യൂൺ ആണ്. ഏറ്റവും ചൂട് കൂടിയത് ശുക്രൻ, ഏറ്റവും തണുപ്പ് കൂടിയത് ആരാണ്? നെപ്റ്റ്യൂൺ ആണ്. ഉപഗ്രഹങ്ങളില്ലാത്ത 2 ഗ്രഹങ്ങൾ നമുക്കുണ്ട്. ഉപഗ്രഹങ്ങളില്ലാത്ത 2 ഗ്രഹങ്ങൾ ബുധനും ശുക്രനും ഉപഗ്രഹങ്ങളേ ഇല്ല.
വലയങ്ങളുള്ള ഗ്രഹം നമ്മുടെ ശനിയാണ്. വലയങ്ങളുള്ള ഗ്രഹം ABC എന്നീ 3 വലയങ്ങളുള്ള ഗ്രഹം ശനിയാണ്. ഭൂഗുരുത്വാകർഷണം കൂടുതൽ വ്യാഴത്തിനും ഭൂഗുരുത്വാകർഷണം കുറവ് ബുധനുമാണ്. ഹരിത ഗ്രഹപ്രഭാവം അനുഭവപ്പെടുന്ന ഗ്രഹം വെരി വെരി ഇമ്പോർട്ടൻറ്റ് കൊടുത്തോ, ശുക്രൻ. ഹരിത ഗ്രഹപ്രഭാവം അനുഭവപ്പെടുന്ന ഗ്രഹം ഏതാണ്? ശുക്രനാണ് ഹരിത ഗ്രഹ പ്രഭാവം അനുഭവപ്പെടുന്നത്. സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ചിട്ട് കിഴക്ക് അസ്തമിക്കുന്ന ഏക ഗ്രഹവും ശുക്രനാണ്. അപ്പൊ ഹരിതഗ്രഹ പ്രഭാവം അനുഭവപ്പെടുന്നത് ശുക്രൻ. സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതും ശുക്രനാണ്. ഏറ്റവും വലിയ ഉപഗ്രഹം നമ്മുടെ വ്യാഴത്തിന്റെ ഗ്യാനിമീഡാണ് കേട്ടോ. ഏറ്റവും വലിയ ഉപഗ്രഹം ഏത്? ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം. ഏറ്റവും വലിയ ഉപഗ്രഹം ഏതാ? വ്യാഴത്തിന്റെ ഗ്യാനിമീഡ്. ഏറ്റവും വലിയ രണ്ടാമത്തെ ഉപഗ്രഹം ശനിയുടെ ടൈറ്റൻ ആണ്. ഏറ്റവും വലിയ രണ്ടാമത്തെ ഉപഗ്രഹം ഏതാണ്? ശനിയുടെ ടൈറ്റൻ ആണ്. ഏറ്റവും ചെറിയ ഉപഗ്രഹം നമ്മുടെ ചൊവ്വയുടെ ഡീമോസ് ആണ്. ഏറ്റവും ചെറിയ ഉപഗ്രഹം ഏതാണ്? ചൊവ്വയുടെ ഡീമോസ് ആണ് ഏറ്റവും ചെറിയ ഉപഗ്രഹം ഏതെന്ന് വെച്ച്. അപ്പൊ നമുക്ക് ആ ഗ്രഹങ്ങൾ ഒന്നും കൂടെ നോക്കാം. പച്ചഗ്രഹം ഏതാ? പച്ചഗ്രഹം യുറാനസ്. നീലഗ്രഹം ഭൂമി. ചുവന്ന ഗ്രഹം ചൊവ്വ. പ്രഭാത നക്ഷത്രം പ്രദോഷ നക്ഷത്രം ശുക്രൻ. തിളക്കമുള്ള ഗ്രഹം ശുക്രൻ. ഭൂമിയോട് ഏറ്റവും അടുത്തുള്ളത് ബുധനാണെങ്കിലും ഏറ്റവും ചൂട് കൂടിയത് ശുക്രനാണ്. ഏറ്റവും തണുപ്പ് കൂടിയത് നെപ്റ്റ്യൂൺ ആണ്. ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം. ഏറ്റവും വലിയ ഗ്രഹം ഏതാ? വ്യാഴം. ഏറ്റവും ചെറിയ ഗ്രഹം ഏതാണ്? ഏറ്റവും ചെറിയ ഗ്രഹം ബുധനാണ്. ഏറ്റവും വലുത് വ്യാഴമാണെങ്കിൽ ഏറ്റവും ചെറിയത് ഏതാ? ബുധൻ. ഉരുളുന്ന ഗ്രഹം യുറാനസ് ആണ്. സാന്ദ്രത കൂടുതൽ ഭൂമിക്കാണെങ്കിൽ സാന്ദ്രത കുറവ് ശനിക്ക്. ചൂട് കൂടുതൽ ശുക്രനാണെങ്കിൽ തണുപ്പ് കൂടുതൽ നെപ്റ്റ്യൂൺ ആണ്. ഉപഗ്രഹങ്ങളില്ലാത്ത 2 ഗ്രഹങ്ങളുണ്ടല്ലോ നമുക്ക്. ഉപഗ്രഹങ്ങളില്ലാത്ത ആരൊക്കെയാ? ബുധനും ശുക്രനുമാണ്. വലയങ്ങൾ ശനിക്കാണ്. ഭൂഗുരുത്വാകർഷണം കൂടുതൽ വ്യാഴത്തിനാണെങ്കിൽ ഭൂഗുരുത്വാകർഷണം കുറവ് ബുധൻ. ഹരിതഗ്രഹ പ്രഭാവം അനുഭവപ്പെടുന്നത് ശുക്രനാണ്. ഹരിതഗ്രഹ പ്രഭാവം. പടിഞ്ഞാറുദിച്ച് കിഴക്കസ്തമിക്കുന്നതും ശുക്രൻ മാത്രമേ ഉള്ളൂ. ഏറ്റവും വലിയ ഉപഗ്രഹം വ്യാഴത്തിന്റെ ഗ്യാനിമീഡും ഏറ്റവും ചെറിയ ഉപഗ്രഹം ചൊവ്വയുടെ ഡീമോസും ഏറ്റവും വലിയ രണ്ടാമത്തെ ഉപഗ്രഹം ശനിയുടെ ടൈറ്റനുമായിരുന്നു. ഏറ്റവും വലിയ രണ്ടാമത്തെ ഉപഗ്രഹം ഏതാണ്? ശനിയുടെ ടൈറ്റൻ. വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ അല്ലേ? കൊച്ചുകാർ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും അതുമായി ബന്ധപ്പെട്ട് സ്കൂൾ ടെസ്റ്റിൽ എവിടെ കിടക്കുന്നു നോക്കിയിട്ട് അതിന്റെ 2-3 കണക്റ്റഡ് ഫാക്ട്സും ആണ്. ഇതൊക്കെ പഠിച്ചു വെച്ചിരിക്കണേ. എന്തായാലും ഒരു റിവിഷൻ ആയിട്ട് വരുന്ന നിങ്ങൾക്ക് ഒരു ഓർഡറിൽ നിങ്ങൾ പഠിച്ചു പോവാ. പിന്നെ ഇത് എപ്പോഴെങ്കിലുമൊക്കെ റിവിഷനാണ്. നിങ്ങൾ ഫ്രീ കിട്ടുന്ന സമയം അല്ലെങ്കിൽ അടുക്കളയിലൊക്കെ ജോലി ചെയ്യുന്ന സമയമോ അല്ലെങ്കിൽ വെളിയിൽ വെറുതെ നിൽക്കുന്ന സമയമൊക്കെ ഒന്ന് റെക്കോർഡായിട്ട് ഇട്ടിരിക്കുക. കേട്ടോണ്ടേ ഇങ്ങനെ ഇരിക്കുക. പറ്റുന്നവർ ഇത് പഠിച്ചിട്ടില്ല ഒന്നേന്ന് പഠിക്കുന്നവർ നോട്ട് എഴുതി തന്നെ പഠിക്കുക. അല്ലാത്തുള്ളവർ റിവിഷൻ പോലെ ഇത് കേൾക്കുക കേട്ടോ. വലിയ കാര്യങ്ങളൊന്നുമില്ല. മെനക്കെടുകയാണെങ്കിൽ ഇപ്പോഴേ ഓരോന്ന് തരാം. എനിക്ക് റിവിഷൻ കൊണ്ടുവരാം. പക്ഷെ നിങ്ങൾ ഒരു ഓർഡറിൽ പഠിക്കണം കേട്ടോ. ഓർഡറിൽ സയൻസ് എടുക്കുകയാണെങ്കിലും ഹിസ്റ്ററി എടുക്കുകയാണെങ്കിലും കറക്റ്റ് ആ സിലബസ് നോക്കി ഓർഡറിൽ പഠിച്ച് വരിക. റിവിഷൻ നടത്തുക. മോക്ക് ടെസ്റ്റ് ചെയ്യുക. മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ കോൺഫിഡൻസ് വർദ്ധിക്കും കേട്ടോ. മാർക്കൊക്കെ കുറഞ്ഞോട്ടെ, 100, 30, 40 ഒക്കെ ആയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചോട്ടെ. പക്ഷേ ആത്മവിശ്വാസം കയറി വരാൻ നിങ്ങളുടെ മോക്ക് ടെസ്റ്റ് ചെയ്ത് ശീലിക്കണം. പിന്നെ ഒത്തിരി പ്രീവിയസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ തന്നെ ഒത്തിരി കണ്ടന്റുകൾ കിട്ടും. ഇപ്പോഴേ അങ്ങ് പഠിച്ച് വരണേ. നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയാണ്. നിങ്ങളുടെ പ്രതീക്ഷകൾ മങ്ങരുതേ. ഓരോരുത്തരോടും പറയാനുള്ള ഞങ്ങളൊക്കെ പറഞ്ഞു, ഞങ്ങളൊക്കെ അങ്ങ് പോയി അല്ലേ. ഞങ്ങൾക്ക് പിന്നെ ആ സമയത്ത് പറഞ്ഞു. പക്ഷെ നിങ്ങൾക്ക് വന്ന അവസരങ്ങൾ നഷ്ടപ്പെട്ട് നിങ്ങൾ ഇതോടുകൂടി നിർത്തുകയൊക്കെ ചെയ്താൽ നിങ്ങൾ ഇത്രയും നാൾ എന്തിനാ എവിടം വരെ എത്തിച്ചേ? വീട്ടുകാർ എത്രയും പ്രതീക്ഷയോടുകൂടി എത്ര നാളുകൊണ്ട് ആഗ്രഹിക്കുന്നു. ചിലപ്പം ഹസ്ബൻഡുമാരായിരിക്കും എത്രയും പെട്ടെന്ന് ഒരു ടീച്ചറാകാൻ വേണ്ടി എല്ലാ സഹായം ചെയ്തു തരുന്നു. ചിലപ്പം നിങ്ങൾക്കൊരു വാശി ഉണ്ടായിരിക്കും, എനിക്കൊരു ജോലി കിട്ടിയിട്ടേ ഞാൻ കല്യാണം കഴിക്കത്തുള്ളൂ. ആൺകുട്ടികളെ സംബന്ധിച്ച് അവർക്കൊരു വാശിയുണ്ട്, എങ്ങനെയെങ്കിലും എനിക്കൊരു ഇവിടം വരെ എത്തിച്ചേർന്നു, ഞാൻ എന്തായാലും ഒരു അധ്യാപകനാകും എന്നൊരു അഭിമാനത്തോടു കൂടി പറയണ്ടേ. ആ വേടുകൾ കേൾക്കണ്ടേ? ആ ടീച്ചറിൻ്റെ വീടാണ്, ആ അധ്യാപകൻ്റെ വീടാണ് എന്നൊക്കെയുള്ള ഓരോ രീതിയിലുള്ള ആ ഹൃദയസ്പന്ദമായ അല്ലെങ്കിൽ ആ ഒരു റെസ്പെക്റ്റോടു കൂടി ആ വാക്കുകളൊക്കെ നിങ്ങൾ കേൾക്കാനിരിക്കുകയില്ലേ? തീർച്ചയായിട്ടും കേൾക്കാം. അല്ലാതെ പോയി പ്രൈവറ്റ് മേഖലയിൽ ടീച്ചറായിട്ടൊക്കെ ഇരിക്കാനല്ലല്ലോ ആഗ്രഹിച്ചിരിക്കുന്നത്. കിട്ടുമെന്നേ ധൈര്യമായിട്ട്. ഞങ്ങളുടെ പ്രാർത്ഥനകളുണ്ട്. നിങ്ങൾ വാശിയോടുകൂടി ഇപ്പോൾ ഒന്ന് കഷ്ടപ്പെട്ട ജീവിതകാലം മൊത്തമാണ്. കഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ കറക്റ്റ് നിങ്ങൾ നിങ്ങളുടെ ജോലി പൂർത്തീകരിക്കുക, പഠിക്കുക, കംപ്ലീറ്റ് റിവിഷൻ നടത്തുക, മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക. നല്ലൊരു റിവിഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.